കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മൊബൈൽ ഫോണും ലഹരിയും എറിഞ്ഞു കൊടുക്കുന്നതിന് കൂലിക്കെന്നും മൊഴി. 1000 മുതൽ 2000 രൂപ വരെ കൂലിക്കായി ലഭിക്കുമെന്ന് മൊബൈൽ ഫോൺ എറിഞ്ഞു കൊടുക്കുന്നതിനിടെ പിടിയിലായ പനങ്കാവ് സ്വദേശി അക്ഷയ് മൊഴി നൽകി. സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെട്ടവരടക്കം ഈ സംഘത്തിലുണ്ടെന്നാണ് വിവരം. കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മതിലിനു മുകളിലൂടെ മൊബൈൽ ഫോണും ബീഡിക്കെട്ടുകളും എറിഞ്ഞു നൽകാൻ ശ്രമിക്കുന്നതിനിടെയാണ് പുതിയ തെരു പനങ്കാവ് സ്വദേശി അക്ഷയ് പിടിയിലായത്. ഇയാളെ ചോദ്യം ചെയ്തതോടെ പുറത്തുവന്നത് ജയിലിലേക്ക് ഫോണും ലഹരിയും എത്തുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ. സാധനങ്ങൾ എറിഞ്ഞു നൽകാൻ ആഴ്ചയിൽ ഒരു ദിവസം തിരഞ്ഞെടുക്കുന്നതാണ് രീതി. നേരത്തെ തന്നെ എറിഞ്ഞു നൽകേണ്ട സ്ഥലവും സമയവും സംബന്ധിച്ച് സംഘത്തിന് നിർദ്ദേശം ലഭിക്കും. മതിലിന് മുകളിലൂടെ കാണുന്ന അടയാളങ്ങളാണ് നേരത്തെ പറഞ്ഞു കൊടുക്കുക. അങ്ങോട്ട് പൊതികെട്ടി എറിയുന്നതോടെ മിഷൻ പൂർത്തിയാകും. 1000 മുതൽ 2000 രൂപ വരെ പ്രതിഫലമായി കയ്യിലെത്തും. ആർക്കാണ് എറിഞ്ഞു നൽകുന്നത് എന്ന് നിർദ്ദേശം നൽകുന്നവർക്ക് മാത്രമേ അറിയാൻ സാധിക്കൂ. ഇതിനു പുറമെ തടവുകാരുമായി നേരിട്ട് ബന്ധമുള്ളവരും ജയിലിൽ ഫോണും ലഹരിയും എത്തിക്കുന്നുണ്ട്. നിരവധി ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടവരും സ്വർണ്ണക്കടത്ത് സംഘാംഗങ്ങളും ഇതിന് പിന്നിലുണ്ടെന്ന് അക്ഷയ് നൽകിയ മൊഴിയിൽ നിന്ന് വ്യക്തം. ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന 2 പേർ ഓടി രക്ഷപ്പെട്ടിരുന്നു. ഇവരെ പിടികൂടാനുള്ള ശ്രമം തുടരുകയാണ്. ഗോവിന്ദച്ചാമിയുടെ തടവുചാട്ടത്തിനു ശേഷം ജയിൽ സുരക്ഷ കൂട്ടിയതോടെയാണ് കാലങ്ങളായി തുടരുന്ന എറിഞ്ഞുകൊടുക്കൽ പിടിക്കപ്പെട്ടത്. ജയിൽ മതിലിനോട് ചേർന്ന കശുമാവിൻ തോട്ടം ഉൾപ്പെടെ ഇത്തരക്കാർ എറിഞ്ഞുകൊടുക്കലിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നാണ് വിവരം. ന്യൂസ് മലയാളം, കണ്ണൂർ.